യെസ്, നമ്മൾ പുതിയ ചാപ്റ്ററിലേക്ക് പോവാണ്. നമുക്ക് പഠിക്കാനുള്ള റേ ഓപ്റ്റിക്സാണ്. കുറേയൊക്കെ നിങ്ങൾ 9th സ്റ്റാൻഡേർഡിൽ ഓപ്റ്റിക്സിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ. അതിൽ നിങ്ങൾ പണ്ട് പഠിച്ച പല ഇക്വേഷൻസിൻ്റെയും ഡെറിവേഷൻസും പിന്നെ കുറച്ച് കൂടുതൽ കാര്യങ്ങളാണ് നമുക്ക് ഈ റേ ഓപ്റ്റിക്സിൽ പഠിക്കാനുള്ളത്. പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് മാത്രം പറയാം. ഇതിൽ നമുക്ക് തുടങ്ങേണ്ടത് റിഫ്ലക്ഷനാണ്. എന്താ റിഫ്ലക്ഷൻ എന്ന് നമ്മൾ ഉദ്ദേശിച്ചെന്ന് ചോദിച്ചാൽ, സപ്പോസ് നിങ്ങൾക്ക് ഒരു സർഫസ്, ഓക്കെ, ഈ സർഫസ് റിഫ്ലക്റ്റീവ് സർഫസ് നമുക്ക് വേണമെങ്കിൽ മിററിനോ അല്ലെങ്കിൽ ആവാം. ഒരു റിഫ്ലക്റ്റീവ് സർഫസ്, നല്ല പോളിഷ്ഡ് സർഫസ് ഏതെങ്കിലും ആവാം, അല്ലെങ്കിൽ മിറർ ആവാം, XY എന്ന പേര് കൊടുക്കാം. ഈ സർഫസിന് മുകളിൽ ഒരു റേ ഓഫ് ലൈറ്റ്, എന്താ റേ ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ, ലൈറ്റ് ഇനി അങ്ങോട്ട് നമ്മൾ രണ്ട് തരത്തിലുള്ള ലൈറ്റ് നമ്മൾ ട്രീറ്റ് ചെയ്യാൻ പോകുന്നത്. ഒന്ന്, ഒരു കേസിൽ ലൈറ്റ് എ എന്ന പോയിന്റിൽ നിന്ന് ബി എന്ന പോയിന്റിലേക്ക് പാസ് ചെയ്യുന്നത് നമ്മൾ സ്ട്രെയിറ്റ് ലൈനായിട്ട് നമ്മൾ അസ്യൂം ചെയ്യും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റേ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ കുറേ റേകൾ കൂടിച്ചേർന്നതാണ്, ബണ്ടിൽസ് ഓഫ് റേ ആണ് എന്ത്, ബീം എന്ന് പറഞ്ഞാൽ. ഓക്കെ, ബീം ഓഫ് ലൈറ്റ്, ബണ്ടിൽസ് ഓഫ് റേ, ബീം ഓഫ് ലൈറ്റ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റേ ഓപ്റ്റിക്സ് എന്ന് പറയുന്നത്, ഓപ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ലൈറ്റിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. ഈ ഒരു ടോപ്പിക്കിൽ ലൈറ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത് ബൈ കൺസിഡറിങ് ലൈറ്റ് ഈസ് മൂവിങ് അലോങ് എ സ്ട്രൈറ്റ് ലൈൻ. ഓക്കെ, ഇതിൻ്റെ വേറൊരു പ്രോപ്പർട്ടി കൂടെ ഉണ്ട്. അതായത് നിങ്ങൾ അങ്ങോട്ട് പഠിക്കും, നമുക്ക് അടുത്ത ചാപ്റ്ററിൽ അതാണ് പഠിക്കാനുള്ളത്. ഈ ലൈറ്റിനെ നമ്മൾ റേ ആയിട്ട് പരിഗണിച്ചുകൊണ്ട് നമുക്ക് കുറേ പ്രോപ്പർട്ടീസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതായത് റിഫ്ലക്ഷൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ അതേസമയം വേറെ കുറച്ച് പ്രോപ്പർട്ടികൾ, അതായത് ഇൻറ്റർഫറൻസ്, ഡിഫ്രാക്ഷൻ, ഇങ്ങനെ കുറച്ച് പ്രോപ്പർട്ടികൾ നമുക്ക് ലൈറ്റിനെ ഒരു റേ ആയിട്ട് നമ്മൾ പരിഗണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ നമ്മൾ പറയും ലൈറ്റ് റേ അല്ല, പകരം ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, വേവ്സ് ആണ്. അതാണ് ശരിക്കും ഇത് വേവ് ഓപ്റ്റിക്സ് എന്ന പോർഷനിൽ ടോപ്പിക്കിൽ വരുന്നത്. ഓക്കെ, പിന്നെ അങ്ങോട്ട് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിന് നമുക്ക് ലൈറ്റിനെ വേവ് എന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ ലൈറ്റ് റേ എന്ന് പറഞ്ഞാലോ നമുക്ക് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു, ലൈറ്റ് എന്ന് പറഞ്ഞാൽ പാക്കറ്റ് ഓഫ് എനർജിയാണ്, ഫോട്ടോൺസ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, അതാണ് നിങ്ങൾ പാർട്ടിക്കൽ നേച്ചർ ഓഫ് ലൈറ്റ് എന്ന ചാപ്റ്റർ നിങ്ങൾ പഠിക്കുന്നത്. എന്തായാലും തുടക്കത്തിൽ നമ്മളിപ്പം പറയാൻ പോകുന്നത് ലൈറ്റ് നമ്മൾ റേ ആയിട്ടാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഓക്കെ, ശരി. അപ്പോൾ നിങ്ങളൊരു റിഫ്ലക്റ്റീവ് സർഫസ് വന്നിട്ടുണ്ട്. ഈ സർഫസിൻ്റെ മുകളിൽ ഒരു റേ ഓഫ് ലൈറ്റ് വന്ന് വീഴുവാണ്. അല്ലേ, ഈ ലൈറ്റ് വന്ന് വീണ് കഴിഞ്ഞാൽ നമ്മൾ ലൈറ്റിൻ്റെ ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടി നമ്മൾ കൃത്യമായിട്ട് എയറോ മാർക്ക് ഇടണം. ഓക്കെ, ആ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്തിട്ട് എങ്ങോട്ട് തന്നെ പോവും, അത് വന്ന മീഡിയത്തിലേക്ക് തന്നെ തിരിച്ചു പോവും. ശരിയാണല്ലോ. അപ്പോൾ ഇത് വന്ന മീഡിയത്തിലേക്ക് ലൈറ്റ് എന്ത് ചെയ്യുന്നു, തിരിച്ചു പോകുന്നു. ഓക്കെ, ഇത് ഫസ്റ്റ് മീഡിയം എടുക്കാം, സെയിം മീഡിയം തന്നെയാണ് ലൈറ്റ് എന്ത് ചെയ്യുന്നത്, തിരിച്ചു പോകുന്നത്. അപ്പോൾ ലൈറ്റ് ആ റിഫ്ലക്റ്റീവ് സർഫസിൽ വന്നിട്ട് ലൈറ്റ് ശരിക്കും ബൗൺസ് ബാക്ക് ചെയ്യുകയാണ്, തിരിച്ചു പോവുകയാണ് അല്ലേ. ഇതിനെയാണ് നമ്മളെന്ത് വിളിക്കുന്നത്, റിഫ്ലക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ റിഫ്ലക്ഷൻ എന്ന് ചോദിച്ചാൽ ഇങ്ങനെ പറയാം, when light falls on shiny surface it bounces back to the same medium itself. This phenomena is called as reflection. ഇപ്പോൾ ഇതിൽ ഓർത്തുവെക്കേണ്ട കാര്യം, ലൈറ്റ് സെയിം മീഡിയത്തിൽ തന്നെ ബൗൺസ് ബാക്ക് ചെയ്ത് വരുന്നതുകൊണ്ട് ലൈറ്റിൻ്റെ വേവ് ലെന്തിന് മാറ്റം വരില്ല, ഫ്രീക്വൻസിക്ക് മാറ്റം വരില്ല, വെലോസിറ്റിക്ക് മാറ്റം വരില്ല. വെലോസിറ്റിക്ക് മാറ്റം വരേണ്ട എന്ത് ചേഞ്ച് ചെയ്യണം, മീഡിയം ചേഞ്ച് ചെയ്യണം. ക്ലിയർ. ഇപ്പോൾ ഇതിൽ ഒരു കാര്യം കൂടി നിങ്ങൾ പഠിക്കാനുള്ളത് ലോസ് ഓഫ് റിഫ്ലക്ഷനാണ്. എന്തൊക്കെയാണ് ലോസ് ഓഫ് റിഫ്ലക്ഷൻ പറയാൻ നോക്കാം. പറയണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഡയഗ്രം കൂടി ഞാൻ വരക്കുവാണ്. നോക്കിക്കോളേ, ഇതിന് നമ്മൾ നോർമൽ എന്നാണ് പറയുക അല്ലേ. ആ സർഫസിന് ഉണ്ടാക്കുന്ന 90 ഡിഗ്രി വെച്ച് സർഫസ് ഉണ്ടാക്കുന്ന നോർമൽ. ഓക്കെ, ഈ വന്ന് വീഴുന്ന റേ ഉണ്ടല്ലോ, നമ്മൾ ഈ റേ
ഇതിനെയാണ് നമ്മൾ ഇൻസിഡൻറ്റ് റേ എന്ന് വിളിക്കുക. ഇതാണ് എന്ത്? റിഫ്ലക്റ്റഡ് റേ. റിഫ്ലക്റ്റഡ് റേയും ഇത് ഇൻസിഡൻറ്റ് റേയുമാണ്. റൈറ്റ്. ആ ഇൻസിഡൻറ്റ് റേയും നോർമലും തമ്മിലുണ്ടാക്കുന്ന ഈ ആംഗിളില്ലേ, ഈ ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് വിളിക്കാറ്. നമ്മൾ ഐ എന്ന ലെറ്ററിൻ്റെ റെപ്രസെൻ്റ് ചെയ്യാറ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇതാണ് എന്ത്? ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ആർ എന്ന ലെറ്റർ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യും. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ലോസ് ഓഫ് റിഫ്ലക്ഷൻ എന്തൊക്കെ പറയുന്നത് ചോദിച്ചാൽ അതിൽ ഫസ്റ്റ് പോയിൻ്റ് ഇതാണ്. നമ്മുടെ ഇൻസിഡൻറ്റ് റേയും പിന്നെ അതേപോലെ നമ്മളെ ഇൻസിഡൻറ്റ് റേയും ഈ നോർമൽ തമ്മിലുള്ള ആംഗിൾ ഉണ്ടല്ലോ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ആ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും രണ്ടും എപ്പോഴും ഈക്വൽ ആയിരിക്കും. ഐ ഈസ് ഈക്വൽ ടു ആർ ആണ്. രണ്ടാമത് പറയുന്നത്, നമ്മുടെ സെക്കൻഡ് പോയിന്റ് പറയുന്നത്, നമ്മുടെ ഈ ഇൻസിഡൻറ്റ് റേ പിന്നെ റിഫ്ലക്റ്റഡ് റേ ആൻഡ് ദ നോർമൽ ഓൾ ആർ അലോങ് ദ സെയിം പ്ലെയിൻ. ഈ മൂന്നും എന്തായിരിക്കും? ഒരേ പ്ലെയിനിലായിരിക്കും. മനസ്സിലല്ലോ? ഇതാണ് ലോസ് ഓഫ് റിഫ്ലക്ഷൻ പറയുന്നത്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഓൾവേസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആൻഡ് സെക്കൻഡ് വൺ ഈസ് ദ ഇൻസിഡൻറ്റ് റേ, നോർമൽ ആൻഡ് റിഫ്ലക്റ്റഡ് റേ ഓൾ ആർ അലോങ് ദ സെയിം പ്ലെയിൻ. ഓക്കെ, ശരി. ഇനി നമുക്ക് പ്ലെയിൻ മിററിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ട്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ അത്ര ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനില്ല. അതായത് നമ്മൾ ഇപ്പം ഒന്നും അതിനെപ്പറ്റി കൂടുതൽ പറയാൻ പോകുന്നില്ല ഞാൻ. നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ മാത്രം പോകാം. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് സെക്കൻഡ് ടോപ്പിക്ക് നമുക്ക് പറയാനുള്ളത് സ്പെറിക്കൽ മിറേഴ്സാണ്. സ്പെറിക്കൽ മിറേഴ്സ് എന്നൊക്കെ ചോദിച്ചാൽ നോക്കിയോ, ഞാൻ ഇവിടെ ഒരു സ്പിയർ വരക്കുവാണ്. എന്നിട്ട് ആ സ്പിയറിൻ്റെ ഒരു സൈഡ്, ഇതാ ഈ പുറത്തെ സൈഡ് ഞാനിത് പോളിഷ് ചെയ്യുന്നു. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എന്താ പറയാം, പിന്നെ ഏതെങ്കിലും ഒരു മെർക്കുറീൻ്റെ കോട്ടിങ്ങോ അല്ലെങ്കിൽ പെയിൻറ്റ് വെച്ച് കോട്ട് ചെയ്യും. റൈറ്റ്. ഇങ്ങേ സൈഡ് ഞാൻ ചെയ്യുന്നത് ഇതാ ഇവിടെ ചെയ്യാം. ഉള്ളിലാണ് ഞാൻ മെർക്കുറി കോട്ടിങ് വെക്കുന്നത്. ഓക്കെ. എന്നിട്ട് നമുക്ക് ഇതിനെ രണ്ട് കഷ്ണങ്ങളാക്കാം. ഈ മിറേഴ്സിനെ ഇപ്പം നമുക്ക് രണ്ട് കഷ്ണങ്ങളാക്കി മാറ്റാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഈ ഫസ്റ്റ് മിററല്ലേ, നമുക്ക് എക്സ് പി എന്ന് പറയാം അല്ലേ, എക്സ് പി എന്ന് പറഞ്ഞ ഈ മിറർ. ഈ മിറർ ശരിക്കും പറഞ്ഞാൽ നേരത്തെ ഒരു വലിയ സ്പിയറിൻ്റെ പാർട്ടായിരുന്നു, ശരിയല്ലേ? അങ്ങനെ ഒരു വലിയ സ്പിയറിൻ്റെ പാർട്ടായിട്ട് വരുന്ന ഇത്തരം മിറേഴ്സ് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? സ്പെറിക്കൽ മിറേഴ്സ്. രണ്ടാമത്തെ പാർട്ടും ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് എ ബി എന്ന് വിളിക്കാം. ഇതാ രണ്ടാമത്തെ പാർട്ട്. ഇതും ഒരു വലിയ സ്പിയറിൻ്റെ പാർട്ടായിരുന്നു. അപ്പോൾ ഇതും തന്നെയാണ് സ്പെറിക്കൽ മിറേഴ്സ് തന്നെയാണ്. ക്ലിയർ? അപ്പം ഈ സ്പിയേഴ്സ് ഒരു വലിയ സ്പിയറിൻ്റെ പാർട്ടായിട്ട് വരുന്ന ഇത്തരം മിറേഴ്സിനെ വിളിക്കുന്ന പേരാണ് സ്പെറിക്കൽ മിറേഴ്സ്. സോ സ്പെറിക്കൽ മിറേഴ്സ് മീൻസ് ദീസ് ആർ ദ മിറേഴ്സ് വിച്ച് ഫോംസ് എ പാർട്ട് ഓഫ് എ സ്പിയർ. അപ്പം ഈ ഫസ്റ്റ് നമ്മൾ എടുത്തിരിക്കുന്ന ഈ സ്പിയർ, ഈ ഒരു സ്പിയറില്ലേ, ഈ സ്പിയറിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് എവിടെയാണ് വരുന്നത്? ഉള്ളിലാണ് വരുന്നത് അല്ലേ. ഇവിടെ നിന്നാണ് റേ വന്ന് വീഴുന്നുണ്ടാവുക. എന്നിട്ട് ഇങ്ങനെ വരുന്ന റേ ഇവിടുന്ന് വന്നിട്ട് ഉള്ളിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? റിഫ്ലക്റ്റ് ചെയ്ത് വരാറ്. ശരിയാണല്ലോ? ഇങ്ങനെ റിഫ്ലക്റ്റ്, ഇവിടെ വരുന്ന റേ എന്ത് ചെയ്യുന്നു? അത് റിഫ്ലക്റ്റ് ചെയ്ത് വരും വെച്ച്. ഇവിടെ വരുന്ന റേ എന്ത് ചെയ്യുന്നു? അത് ഇങ്ങോട്ടേക്ക് റിഫ്ലക്റ്റ് ചെയ്ത് പോകും. ശരിയാണല്ലോ? ഇത്തരം മിറേഴ്സ് വിളിക്കുന്ന പേരാണത് കോൺകേവ് മിറേഴ്സ്. അങ്ങനെ വേറെ പേര് കൂടി പറയാറുണ്ട്, കൺവേർജിങ് മിറർ എന്ന് കൂടെ വിളിക്കാറുണ്ട്, കൺവേർജിങ് മിറർ. ഇനി രണ്ടാമത്തെ മിററിൻ്റെ കേസ് എടുത്തു. ഇതിൻ്റെ റിഫ്ലക്റ്റീവ് സർഫസ് എവിടെയാണ് വരുന്നത്? ഈ മിററിൻ്റെ റിഫ്ലക്റ്റീവ് സർഫസ് വരുന്നത്, ശ്രദ്ധിച്ചോ, അത് വരുന്നത് പുറത്താണ്. ശരിയല്ലേ? ഇവിടെ നിന്നാണ് റേ വരുന്നുണ്ടാവുക. ഇങ്ങനെ വരുന്ന റേ ഈ മിററിൽ തട്ടിയിട്ട് അത് റിഫ്ലക്റ്റ് ചെയ്ത് ഇങ്ങനെയൊക്കെ പോവുക ചെയ്യും. ഇവിടെ വരുന്ന റേ എന്ത് ചെയ്യുന്നു? റിഫ്ലക്റ്റ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് പോകും. ഇത് മിറർ ശരിക്കും റേ ലൈറ്റ് എന്താ ചെയ്യുക? ഡൈവേർജ് ചെയ്യുകയാണ്. ഇത്തരം മിറേഴ്സ് വിളിക്കുന്ന പേരാണിത് കോൺവെക്സ് മിറേഴ്സ് ഓർ ഡൈവേർജിങ് മിറേഴ്സ്.
ക്ലിയർ? അപ്പോൾ രണ്ട് തരത്തിലുള്ള സ്പെറിക്കൽ മിറേഴ്സ് ഉണ്ട്. ഒന്ന് കോൺകേവ് മിറർ, മറ്റത് കോൺവെക്സ് മിറർ. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, കുറച്ച് പോയിൻറ്റ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഈ മിറേഴ്സിൻ്റെ കേസിൽ എന്തൊക്കെയാണ് ഈ സെൻറ്റർ ഓഫ് കർവേച്ചർ, റേഡിയസ് ഓഫ് കർവേച്ചർ എന്നൊക്കെയാണ്. നമുക്ക് നേരത്തെ കേസിന് എടുക്കാം. ഒരു വലിയ സ്പിയർ, ആ സ്പിയറിൻ്റെ പാർട്ടായിട്ട് നമുക്ക് എന്ത് കിട്ടി? ഒരു മിറർ കിട്ടി അല്ലേ? റിഫ്ലക്ട് നേരത്തെ നമ്മൾ പറഞ്ഞ XY നമ്മൾ മാർക്ക് ചെയ്ത സ്പിയർ മിറർ കിട്ടി, കോൺകേവ് മിറർ കിട്ടി. അപ്പം ഈ കോൺകേവ് മിറർ ഫോം ചെയ്യുന്നത് ഈ വലിയ സർക്കിളിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. അപ്പോൾ സർക്കിൾ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും? ഒരു സെൻറ്റർ ഉണ്ടാവും. ഈ സെൻറ്ററിനെയാണ് നമ്മൾ സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് വിളിക്കാറ്. സെൻറ്റർ ഓഫ് കർവേച്ചർ. ഓക്കെ, സോ സെൻറ്റർ ഓഫ് കർവേച്ചർ മീൻസ് ദിസ് ഈസ് ദ സെൻറ്റർ ഓഫ് എ സ്പിയർ ഓഫ് വിച്ച് ദ മിറർ ഫോംസ് എ പാർട്ട്. മിറർ ഒരു പാർട്ടായിട്ട് വരുന്ന സ്പിയറിൻ്റെ സെൻറ്ററാണ് ഇത് സെൻറ്റർ ഓഫ് കർവേച്ചർ. ഓക്കെ, ഈ സർക്കിളിന് റേഡിയസ് ഉണ്ടാവുമല്ലോ. ഈ റേഡിയസിനെയാണ് നമ്മൾ ഇതിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ R എന്ന് നേരിട്ടുകൊണ്ട് വിളിക്കാം, റെപ്രസെൻറ്റ് ചെയ്യാറ്. So radius of curvature means it's a radius of a sphere of which the mirror forms a part. Okay, ഇനി ശ്രദ്ധിച്ചോ, ഈ മിററിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് ആണിത്. ഇത്രയും പാർട്ടിലാണ് ഈ മിറർ എന്ത് ചെയ്യുന്നത്? റിഫ്ലക്റ്റ് ചെയ്യുന്നത് അല്ലേ? ഇതാണ് റിഫ്ലക്റ്റിംഗ് സർഫസ്. ഈ റിഫ്ലക്റ്റിംഗ് സർഫസിൻ്റെ സെൻറ്ററാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പോൾ എന്ന ലെറ്റർ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, പോൾ. ഓക്കെ, സോ പോൾ മീൻസ് ഇസ് ദ ജോമെട്രിക്കൽ സെൻറ്റർ ഓഫ് ദ റിഫ്ലക്റ്റിംഗ് സർഫസ്. ഓക്കെ, ഈ പോളും അതേപോലെ നമ്മൾ സെൻറ്റർ ഓഫ് കർവേച്ചറും തമ്മിൽ കണക്ട് ചെയ്തിട്ട് നമ്മൾ വരക്കുന്ന സ്ട്രെയിറ്റ് ലൈനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയാറ്. പ്രിൻസിപ്പൽ ആക്സിസ്. ഓക്കെ, ഇനി അടുത്തുള്ളത് അപ്പാച്ചറാണ്. അപ്പാച്ചർ എന്ന് ചോദിച്ചാൽ ഇതാ ഈ ഇഫക്റ്റീവ് ഡയമീറ്റർ, നമ്മൾ റിഫ്ലക്റ്റീവ് സർഫസിൻ്റെ ഈ ഇഫക്റ്റീവ് ഡയമീറ്റർ ഉണ്ടല്ലോ, ഈ പാർട്ട്, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അതിൻ്റെ അപ്പാച്ചർ എന്ന് വിളിക്കുന്നത്. ഈ ലെങ്താണ് അപ്പാച്ചർ. ഓക്കെ, ഇപ്പോൾ എല്ലാ ഡെഫിനിഷൻ എഴുതി വെക്കണം. ഒന്ന്, സെൻറ്റർ ഓഫ് കർവേച്ചർ മീൻസ് ഇറ്റ് സെൻറ്റർ ഓഫ് ദി സ്പിയർ ഓഫ് വിച്ച് ദ മിറർ ഫോംസ് എ പാർട്ട്. റേഡിയസ് ഓഫ് കർവേച്ചർ മീൻസ് ദ റേഡിയസ് ഓഫ് എ സ്പിയർ ഓഫ് വിച്ച് ദ മിറർ ഫോംസ് എ പാർട്ട്. നെക്സ്റ്റ്, പോൾ മീൻസ് ഇറ്റ്സ് എ ജോമെട്രിക്കൽ സെൻറ്റർ ഓഫ് ദ റിഫ്ലക്റ്റിംഗ് സർഫസ്. Principal axis means it's a straight line that connects the pole and center of curvature. Aperture means it's the effective diameter of the reflecting part എന്ന് പറയാറ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇതിൽ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കണം. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറെ സാധനം പ്രിൻസിപ്പൽ ഫോക്കസ് ആണ്. പ്രിൻസിപ്പൽ ഫോക്കസ് എന്താണെന്ന് ചോദിച്ചാൽ, നോക്കൂ, നമ്മൾ ഇപ്പോഴും ഒരു കോൺകേവ് മിറർ എടുക്കുവാണ്. ഓക്കെ, കോൺകേവ് മിറർ. ഈ കോൺകേവ് മിററിൻ്റെ മുകളിൽ വന്ന് വീഴുന്ന റേ ആണ് ഞാൻ ഈ വരക്കുന്നത് എന്നല്ലോ. ഈ റേ റിഫ്ലക്ഷന് ശേഷം ഇങ്ങനെ കടന്നു പോകും. നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ പ്രിൻസിപ്പൽ ആക്സിസ് കൂടെ കാണിക്കാം. ഓക്കെ, പ്രിൻസിപ്പൽ ആക്സിസ് ഫ്ലെക്സ് കാണിക്കാൻ നമുക്ക് എന്ത് വേണം? പോള് വേണമല്ലോ. പോള് വേണം, സെൻറ്റർ ഓഫ് കർവേച്ചർ ഉണ്ടാവും. ഓക്കെ, സെൻറ്റർ ഓഫ് കർവേച്ചർ കണക്ട് ചെയ്ത് നമ്മൾ വരക്കുന്ന പ്രിൻസിപ്പൽ ആക്സിസ്. ശരിയാണല്ലോ. ഇവിടെ എവിടെയെങ്കിലും സെൻറ്റർ ഓഫ് കർവേച്ചർ വരുന്നുണ്ടാവാം. ശരി, അപ്പോൾ ഇത് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ടുള്ള റേ ആണ്. ആ റേ നമ്മൾ നേരത്തെ പറഞ്ഞ മിററിൻ്റെ മുകളിൽ വന്ന് വീണ് കഴിഞ്ഞാൽ ലോസ് ഓഫ് റിഫ്ലക്ഷൻ ഒബേ ചെയ്തുകൊണ്ട് അത് ഇങ്ങനെ കടന്നു പോകും. ഞാൻ ഇനി വേറെ റേ വരക്കുവാണ്, രണ്ടാമത്തെ റേ. ഈ റേ വരുന്നത് ഇവിടെ താഴെയാണ് വരക്കുന്നത്. ഓക്കെ, താഴെ വരുന്ന റേ, ഇതും എന്താ പറ്റുമെന്നറിയോ? റിഫ്ലക്ഷന് ശേഷം ഇങ്ങനെ കടന്നു പോകും. ശരിയല്ലേ? നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും ഒരുപാട് റേസ് ഇങ്ങനെ വരക്കാം. നെക്സ്റ്റ് റേ, അത് റിഫ്ലക്ഷൻ ശേഷം ഇതാ കടന്ന് ഇങ്ങനെ പോകും. താഴെ വേണമെങ്കിൽ വേറെ വരക്കാം. റിഫ്ലക്ഷൻ ശേഷം ഇതാ കടന്ന് ഇങ്ങനെ പോകും. റൈറ്റ്, ഇതൊക്കെ റേ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് എയറോ മാർക്ക് ഇടണേ. എയറോ മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ എന്താവും? റേ ആവും. അത് പ്രത്യേകം ശ്രദ്ധിക്കും. അപ്പോൾ ഈ റേ നമ്മൾ മിററിൻ്റെ മുകളിൽ വന്ന് വീണ് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യുന്നു? ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു പ്രത്യേക പോയിന്റിൽ, ഇതാ ഈ ഒരു പോയിന്റ് കൊണ്ടുപോയിട്ട് അല്ലേ, ഇവിടെ കാണുന്ന പോയിന്റില്ലേ, ഈ ഒരു പോയിന്റ് കൂടിയാണ് എന്ത് ചെയ്യുന്നത്? കടന്നു പോകുന്നത്. ഈ പോയിന്റ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫോക്കസ് എന്ന് വിളിക്കുന്നത്.
മനസ്സിലായല്ലോ? പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് വിളിക്കാൻ കാരണം അത് പ്രിൻസിപ്പൽ ആക്സിസിൽ വരുന്നതുകൊണ്ടാണ്. പ്രിൻസിപ്പൽ ആക്സിസിൽ വരാൻ കാരണം ആ റേ വന്നു വീഴുന്ന റേ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയതുകൊണ്ടാണ്. ആ റേ പാരലൽ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ആക്സിസിലല്ല ഫോക്കസ് ചെയ്യുക, പകരം നമ്മളിപ്പം വരച്ച എഫ് എന്ന് വെച്ച അതേ പ്ലെയിനിൽ വേറെ എവിടെയെങ്കിലായിരിക്കും. ക്ലിയർ? എന്തായാലും നമുക്കിങ്ങനെ പറയാം, the rays which are parallel to the principal axis after reflection meet at a point on the principal axis. This point is called as principal focus. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വരുന്ന റേ റിഫ്ലക്ഷൻ ശേഷം പ്രിൻസിപ്പൽ ആക്സിസിൽ ഒരു പോയിന്റ് കൊണ്ട് മീറ്റ് ചെയ്യും. നമ്മൾ വിളിക്കുന്നത് പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് വിളിക്കുന്നത്. ഇത് കോൺകേവ് മിറർ ആണെങ്കിലോ, ഇനി മറിച്ച് നമ്മൾ എടുക്കുന്നത് കോൺവെക്സ് മിറർ ആണെങ്കിലോ, ഇതാണ് കോൺവെക്സ് മിറർ നിങ്ങൾ എടുത്താന്നില്ലെന്ന് വിചാരിച്ചോ അല്ലേ? ഇവിടെ നമുക്ക് എന്തുണ്ടാവും? പറഞ്ഞ പോലെ പ്രിൻസിപ്പൽ ആക്സിസ് ഉണ്ടാവും. പ്രിൻസിപ്പൽ ആക്സിസ് വരക്കാം. ഇനി ഇവിടെ നമ്മൾ വന്നു വീഴുന്ന റേ അല്ലേ, വന്നു വീഴുന്ന റേ, ഇതാണ് വന്നു വീഴുന്ന റേ. ഈ റേ ഇനി ഇങ്ങോട്ടേക്കാണോ പോവുക, താഴേക്കാണോ പോവുക? അല്ല, ഈ റേ നമ്മൾ ലോസ് ഓഫ് റിഫ്ലക്ഷൻ ഒബേ ചെയ്തുകൊണ്ട് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഈ റേ ഈ ഡയറക്ഷനാണ് റിഫ്ലക്റ്റ് ചെയ്യും. അതേപോലെ താഴെ വരുന്ന റേ എന്ത് ചെയ്യുന്നൊരു ഈ ഡയറക്ഷനിൽ റിഫ്ലക്ഷൻ സംഭവിക്കും. റൈറ്റ്? അപ്പോൾ ഇങ്ങനെയാണ് റിഫ്ലക്റ്റ് ചെയ്ത് പോകാം. നേരത്തെ പോലെയല്ല, ഇങ്ങനെയാണ് റിഫ്ലക്റ്റ് ചെയ്ത് പോകുക. ഡൈവേർജിങ് ആണ് ചെയ്യുക, ഡൈവേർജിങ് മിറർ ആണല്ലോ. അപ്പോൾ ഈ നമുക്ക് കാണാം ഈ റേ ഒരിക്കലും കൂട്ടിമുട്ടില്ല, ശരിയല്ലേ? പക്ഷേങ്കിൽ ഈ റേ നിങ്ങൾ പിറകിലേക്കൊന്ന് വലിച്ചു കഴിഞ്ഞാൽ, നീട്ടി വരച്ചു കഴിഞ്ഞാൽ ഈ റേ പിറകിലൊരു പോയിന്റിൽ കൂട്ടിമുട്ടുന്ന പോലെ തോന്നും. ഇതിനെ നമ്മളെന്ത് വിളിക്കുന്നത്? പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് വിളിക്കുന്നത്. ശരി, കൂട്ടിമുട്ടുന്നില്ല, അങ്ങനെ തോന്നിച്ചാൽ മാത്രമാണ്. ഇറ്റ് അപ്പിയേഴ്സ് ടു കം ഫ്രം എ സിംഗിൾ പോയിന്റ് അങ്ങനെ പറയാം. ഇതാരുടെ കേസിലാണ്? കോൺവെക്സ് മിററിൻ്റെ കേസിലാണ്. അപ്പോൾ കോൺവെക്സ് മിററിൻ്റെ കേസിൽ എന്താ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് ചോദിച്ചാൽ എന്താ പറയേണ്ടത്? ദ റേസ് വിച്ച് ആർ പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ appear to come from a single point. That point is called as principal focus. Clear? അപ്പം ജനറലായിട്ട് പറയാം, നമുക്ക് രണ്ടും കൂടി ക്ലബ് ചെയ്തിട്ട് പറയാം. എന്തായിരിക്കും പ്രിൻസിപ്പൽ ഫോക്കസ്? ദ റേസ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ meet at a point on the principal axis in the case of concave mirror, or appear to come from a single point in the case of convex mirror. This point is called as principal focus. ശരിയാണല്ലോ? ഇനി ശ്രദ്ധിക്കണം, നെക്സ്റ്റ് പോയിന്റ് നമുക്ക് ഫോക്കൽ ലെങ്ത് ആണ്. ഫോക്കൽ ലെങ്ത് എന്ന് ചോദിച്ചാൽ ഈ പ്രിൻസിപ്പൽ ഫോക്കസും പോളും നമ്മൾ ഈ ദൂരയില്ലേ, നമ്മൾ ഇവിടെ എടുക്കുന്ന ഈ ദൂരം ഉണ്ടല്ലോ, പ്രിൻസിപ്പൽ ഫോക്കസും പോളും തമ്മിലുള്ള ഈ ദൂരം, ഓക്കെ, ഈ ദൂരത്തെ നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായല്ലോ? ഫോക്കൽ ലെങ്ത് എന്ന് വിളിക്കുന്നത്. സോ ഫോക്കൽ ലെങ്ത് മീൻസ് ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്രിൻസിപ്പൽ ഫോക്കസ് ആൻഡ് പോൾ ഓഫ് ദി മിറർ. ഓക്കെ, വിധമായിട്ട് നോട്ട്സ് ഉണ്ടാക്കി വെച്ചേക്കും. റൈറ്റ്, നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് സൈൻ കൺവെൻഷൻസ് ആണ്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട സൈൻ കൺവെൻഷൻസ്? ഈ സൈൻ കൺവെൻഷൻ വെച്ചിട്ടാണ് നമ്മൾ അങ്ങോട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സൈൻ കൺവെൻഷൻസ് പ്രധാനപ്പെട്ട പറയാനുള്ളത്, ഒന്ന്, നമ്മുടെ എല്ലാ മെഷർമെൻറ്റും ആ മിററിൻ്റെ പോളിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. സപ്പോസ് നിങ്ങൾക്ക് ഇവിടെ ഒരു ഓബ്ജക്റ്റ് വെച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചോ, ഈ ഓബ്ജക്റ്റിലെ ദൂരം അളക്കണം. ദൂരം എങ്ങനെ അളക്കുക? ദൂരം അളക്കണമെങ്കിൽ നമ്മളെ സാറിന് സ്കെയിലെടുക്കും അല്ലേ? സ്കെയിലെടുത്ത് കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? പോളിൽ നിന്ന് മെഷർ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇത് എളുപ്പത്തിൽ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. പോളിൽ നിന്ന് മെഷർ ചെയ്യുന്ന ഉദ്ദേശിക്കുന്നത് ഈ 0 പോളിൽ വേണം വെക്കാം. ഇനി ഇങ്ങോട്ട് വേണം മെഷർമെൻറ്റ് എടുക്കാൻ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അത് എങ്ങനെ എടുത്താലും കണക്കുന്നില്ല, രണ്ടും സെയിം, മാഗ്നിറ്റ്യൂഡ് സെയിം തന്നെയാണ്. പക്ഷെ അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ നമുക്ക് അങ്ങോട്ട് ആവശ്യമായിട്ട് വരും. അപ്പം എന്തായാലും ഫസ്റ്റ് പോയിന്റ് ഓർത്ത് വെക്കുക, ഓൾ ദ മെഷർമെൻറ്റ്സ് ഷുഡ് ബി ടേക്കൺ ഫ്രം ദി പോൾ ഓഫ് ദി മിറർ. ഓക്കെ, ഇപ്പം ഇവിടുന്ന് അതായത് പോളിലായിരിക്കണം ഇതിൻ്റെ ഒറിജിൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ പറയാൻ കാരണം പോളിൽ നിന്ന് വലത്തോട്ട് എടുക്കുന്നത് നമ്മൾ എന്തായിട്ട് എടുക്കാം? പോസിറ്റീവായിട്ടും പോളിൽ നിന്ന് ഇടത്തോട്ട് നമുക്ക് നെഗറ്റീവായിട്ട് എടുക്കാം. നിൽക്കട്ടെ, ഇപ്പോൾ ഒരു പോയിന്റ് കിട്ടിയല്ലോ. ഓൾ ദ മെഷർമെൻറ്റ്സ് ഷുഡ് ബി ടേക്കൺ ഫ്രം ദ പോൾ ഓഫ് ദി മിറർ. സെക്കൻഡ് പോയിന്റ്, ദ മെഷർമെൻറ്റ്സ് ടേക്കൺ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇൻസിഡൻറ്റ് റേ ആർ കൺസിഡേർഡ് ആസ് പോസിറ്റീവ്.
അതായത് ഇൻസിഡൻറ്റ് റേയിൻ്റെ സെയിം ഡയറക്ഷനിൽ വരുന്ന മെഷർമെൻ്റ് ആണെങ്കിൽ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. എക്സാമ്പിളായിട്ട് നോക്കിക്കോ, നമ്മളിവിടെ എടുത്തുള്ളത് ഇതാ, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന ഇതല്ലേ ഓബ്ജക്റ്റ് ഉള്ളത്. ഈ ഓബ്ജക്റ്റിൽ നിന്ന് ഇങ്ങോട്ടേക്കല്ലേ നമ്മുടെ ഇൻസിഡൻറ്റ് റേ വരുന്നുണ്ടാവുക. ഇതിലെ ഓബ്ജക്റ്റിൽ നിന്ന് ഇങ്ങോട്ടേക്കാണ് ഇൻസിഡൻറ്റ് റേ പോവുക. ശരിയല്ലേ? ആ ഓബ്ജക്റ്റിൻ്റെ ദൂരം നമുക്ക് എന്തെടുക്കാം? വേണമെങ്കിൽ യു എന്ന് എടുക്കാമല്ലോ. യു ആണ് ഓബ്ജക്റ്റിൻ്റെ ദൂരം എന്ന് വിചാരിച്ചു. ഈ യു ഇങ്ങനെയാണെങ്കിൽ നമ്മൾ യു പോസിറ്റീവ് ആയിരിക്കുമോ നെഗറ്റീവ് ആയിരിക്കുമോ എന്നാണ് പറഞ്ഞതാണ്. മെഷർമെൻറ്റ്സ് ടേക്കൺ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇൻസിഡൻറ്റ് റേ ആർ കൺസിഡേർഡ് ആസ് പോസിറ്റീവ് ആൻഡ് ദ മെഷർമെൻറ്റ്സ് ടേക്കൺ ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് ഇൻസിഡൻറ്റ് റേ ആർ കൺസിഡേർഡ് ആസ് നെഗറ്റീവ്. അതായത് ഇൻസിഡൻറ്റ് റേയുടെ സെയിം ഡയറക്ഷനാണ് നിങ്ങൾ മെഷർമെൻറ്റ് എടുക്കുന്നത് എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. ഇൻസിഡൻറ്റ് റേ ഇങ്ങനെയാണ് പോകുന്നത്. ഇപ്പോൾ മെഷർമെൻറ്റ് നമ്മൾ എവിടെ നിന്ന് എങ്ങോട്ടാണ് എടുക്കേണ്ടത്? നമ്മൾ പറഞ്ഞു മെഷർമെൻറ്റ് എടുക്കേണ്ടത് പോളിൽ നിന്ന് ഓബ്ജക്റ്റിലേക്കാണ്. ഈ ഡയറക്ഷനാണ് നമ്മൾ മെഷർമെൻറ്റ് എടുക്കേണ്ടത് എപ്പോഴും. ഇവിടെ നിന്നല്ലേ മെഷർമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അല്ലേ? ഇപ്പോൾ മെഷർമെൻറ്റ് എടുക്കുന്നത് പോളിൽ നിന്ന് ഇങ്ങോട്ടേക്കാണ്. ഇൻസിഡൻറ്റ് റേ എങ്ങനെയാണ്? ഇങ്ങനെ ഇങ്ങോട്ടേക്കാണ്. ഇപ്പോൾ രണ്ടും എങ്ങനെയാണ്? ഓപ്പോസിറ്റ് ഡിറക്ഷനാണ്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ യു എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. മനസ്സിലായില്ലേ? ഓപ്പോസിറ്റ് ഡിറക്ഷൻ ആയതുകൊണ്ട്. ഇനി എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഇവിടെയുള്ള ഒരു മെഷർമെൻറ്റ് എടുക്കണമെന്ന് വിചാരിച്ചോ, അപ്പോൾ മെഷർമെൻറ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോളിൽ നിന്ന് ഇങ്ങോട്ടേക്കല്ലേ എടുക്കുക. ക്ലിയർ? ഇൻസിഡൻറ്റ് റേ ആണ് സെയിം ഡയറക്ഷനല്ലേ, രണ്ടും സെയിം ഡയറക്ഷൻ ആയതുകൊണ്ട് അതെന്തായിരിക്കും? അത് പോസിറ്റീവ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അടുത്തത് മെഷർമെൻറ്റ്സ് ടേക്കൺ ഇൻ അപ്വേർഡ് ഡിറക്ഷൻ ഫ്രം ദ പ്രിൻസിപ്പൽ ആക്സിസ്. ഇവിടുന്ന് മുകളിൽ എന്താ? പ്രിൻസിപ്പൽ ആക്സിസ് മുകളിലേക്കുള്ള മെഷർമെൻറ്റ് ഇതെന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ആൻഡ് മെഷർമെൻറ്റ് ടേക്കൺ ഇൻ ഡൗൺവേർഡ് ഡിറക്ഷൻ വിൽ ബി ഓൾവേസ് നെഗറ്റീവ്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സൈൻ കൺവെൻഷൻസ്. ഒന്ന്, all the measurements should be taken from the pole of the mirror. Second one, measurements taken in the direction of incident ray are positive and measurements taken opposite of the incident ray are negative. Third one, measurements in upward direction from the principal axis will be positive and measurements in downward direction from the principal axis will be negative. Clear? നമുക്ക് ഇങ്ങോട്ട് ഡെറിവേഷൻസ് സമയത്ത് നമുക്ക് കാണാം. അപ്പോൾ ഇത് ഇങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം ഇവിടുന്ന് ചോദിക്കാനുള്ളത്, സപ്പോസ് നിങ്ങൾക്ക് നമ്മൾ നേരത്തെ കോൺവെക്സ് മിററിൻ്റെ കേസ് പറഞ്ഞല്ലോ, അല്ലെങ്കിൽ പോട്ടെ കോൺകേവ് മിററിൻ്റെ കേസ് പറഞ്ഞല്ലോ. ഇതല്ലേ നമുക്ക് കോൺകേവ് മിറർ കിട്ടിയത്. ഈ കോൺകേവ് മിററിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചറും ഫോക്കൽ ലെങ്തൊക്കെ പോസിറ്റീവ് ആയിരിക്കും നെഗറ്റീവ് ആയിരിക്കും? എവിടെയാണ് റേഡിയസ് ഓഫ് കർവേച്ചർ വരുന്നത്? ഇതാണ് റേഡിയസ് ഓഫ് കർവേച്ചർ അല്ലേ? ഈ ദൂരയിലെ റേഡിയസ് ഓഫ് കർവേച്ചർ ഇങ്ങോട്ടല്ലേ നമ്മൾ മെഷർമെൻറ്റ് എടുക്കേണ്ടത്. സാറിന് എവിടെ നമ്മൾ ഒബ്ജക്റ്റിന് വെക്കുക? ഇവിടെയല്ലേ ഒബ്ജക്റ്റ് വെക്കുക. അപ്പോൾ ഇങ്ങോട്ടല്ലേ റേ പോകുന്നുണ്ടാവുക, ഒബ്ജക്റ്റിൻ്റെ മുകളിലല്ലേ റേ പോകുന്നുണ്ടാവുക. രണ്ടും എങ്ങനെയാണ് വരുന്നത്? ഓപ്പോസിറ്റ് ഡിറക്ഷനാണ്. സോ ആർ ഷുഡ് ബി നെഗറ്റീവ്. അതേപോലെ നിങ്ങൾ ഫോക്കൽ ലെങ്ത് മെഷർ ചെയ്യുമ്പോൾ ഇങ്ങോട്ടല്ലേ ഫോക്കസിലേക്കുള്ള ദൂരെയല്ലേ ഫോക്കൽ ലെങ്ത് പറഞ്ഞത്, അതും എങ്ങനെയാണ് പോകുന്നത്? ഇൻസിഡൻറ്റ് റേക്ക് ഓപ്പോസിറ്റ് ആണ്. അപ്പം ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ക്ലിയർ? യു എന്ന് പറഞ്ഞാൽ സാറിന് ഓബ്ജക്റ്റും മിററും തമ്മിലുള്ള ദൂരമാണ് നമ്മൾ യു ആയിട്ട് എടുക്കുക. ഇതാണ് യു എന്തായിരിക്കും? യു നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ. അതേസമയം കോൺവെക്സ് മിറർ ആണെങ്കിലോ, കോൺവെക്സ് മിറർ എവിടെയാണ് ഒബ്ജക്റ്റ് വെക്കുക? മിററിൻ്റെ മുന്നിൽ ഇവിടെ തന്നെ ഒബ്ജക്റ്റ് വെക്കുക, സംശയമൊന്നുമില്ല. ഇമേജ് നമുക്ക് എവിടെയാണ് കിട്ടുക? നമുക്ക് അങ്ങോട്ട് കാണും. ഇതിൻ്റെ ഇമേജിൻ്റെ പിറകിലാണ് കിട്ടും. ഓക്കെ. റേഡിയസ് ഓഫ് കർവേച്ചർ ഇതല്ലേ 6. അപ്പോൾ ഇതല്ലേ റേഡിയസ് ഓഫ് കർവേച്ചർ വരുന്നുണ്ടാവുക. ഈ ഡയറക്ഷൻ ഇങ്ങനെയല്ലേ പോകുന്നത്. ഇൻസിഡൻറ്റ് റേ രണ്ടും എങ്ങനെയാണ്? സെയിം ഡയറക്ഷനാണ്. അപ്പോൾ നിങ്ങൾ ഇത് യു എന്ന് എടുത്തു കഴിഞ്ഞാൽ ഈ കേസിൽ യു എന്തായിരിക്കും? യു പോസിറ്റീവ് ആയിരിക്കും. ശരിയല്ലേ? അതേസമയം റേഡിയസ് ഓഫ് കർവേച്ചർ 6 എന്താണ്? 6ഉം പോസിറ്റീവാണ്. ഇനി ഫോക്കൽ ലെങ്ത് എഫ് കണ്ടാൽ എന്തായിരിക്കും? എഫും പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ സൈൻ കൺവെൻഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവണം. ഇത് വെച്ചിട്ടാണ് നമ്മൾ അങ്ങോട്ട് കാര്യങ്ങളൊക്കെ പറയുന്നത്. റൈറ്റ്. നെക്സ്റ്റ് നമുക്കിനി ഒരു ഡെറിവേഷനാണ്. അത് ഫോക്കൽ ലെങ്തും റേഡിയസ് ഓഫ് കർവേച്ചറും തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്ന ഒരു ഡെറിവേഷനാണ്. ഓക്കെ. ഇതിൽ ഓൾറെഡി ഡയഗ്രം ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾക്കൊരു മിറർ തന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ തന്നില്ല മിറർ. ഈ മിററിൻ്റെ മുകളിൽ വന്ന് വീഴുന്ന റേ ആണിത്. ആ റേ വന്ന് വീണതിന് ശേഷം റേ എന്ത് ചെയ്യുന്നു? നമ്മൾ ഈ ലൈനിൽ കൂടി, ഞാൻ കാണിക്കുന്ന ലൈനിൽ കൂടി റേ റിഫ്ലക്റ്റ് ചെയ്ത് പോകും. ഓക്കെ. അപ്പോൾ ഇതിൽ നോർമൽ വരക്കാൻ വേണ്ടിയിട്ട് നോർമലായി ഈ കാണിച്ചിരിക്കുന്ന റേ നോർമലാണ്. എങ്ങനെയാണ് മിററിൻ്റെ കേസിൽ സ്പെറിക്കൽ മിറേഴ്സിൻ്റെ കേസിൽ നോർമൽ വരക്കുക? സ്പെറിക്കൽ മിറേഴ്സിൻ്റെ കേസിൽ നോർമൽ വരക്കുക എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിന് സെൻറ്റർ ഓഫ് കർവേച്ചറിന് ആ പോയിന്റിലേക്ക് വരക്കുന്ന ലൈനായിരിക്കും. എന്ന് പറഞ്ഞാൽ അറിയാലോ നിങ്ങൾക്ക്, സ്പിയറിൻ്റെ കേസിൽ നോർമൽ എന്താണെന്ന് ചോദിച്ചാൽ അത് റേഡിയസ് ആണ്. ഓക്കെ.
അതുകൊണ്ട് തന്നെ സ്പെറിക്കൽ മിറേഴ്സിൻ്റെ കേസിൽ അതിൻ്റെ റേഡിയസ് ആയിരിക്കും നോർമൽ എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഓഫ് കർവ് വെച്ച് നമ്മൾ വരക്കുന്ന ലൈനായിരിക്കും. അപ്പോൾ ഇത് നോർമലാണ്. ശരിയാണല്ലോ, ഇത് നോർമലാണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നമ്മൾ തീറ്റ എന്ന് എടുത്തിട്ടുണ്ട്. ലോസ് ഓഫ് റിഫ്ലക്ഷൻ പ്രകാരം ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്തായിരിക്കണം? തീറ്റ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ പ്രൂവ് ചെയ്യാനുള്ള എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളെ ഫോക്കൽ ലെങ്ത് എഫ് എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് കർവേച്ചറിൻ്റെ പാതിയായിരിക്കും. r/2 ആണ് പ്രൂവ് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? എഫ് ഈസ് ഈക്വൽ ടു r/2 എന്ന് പ്രൂവ് ചെയ്യണം. ശരി, അത് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതാ ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ട്. ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ പേര് ഫ്രം ദ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ MCD കാണുന്നുണ്ടോ? MCD എന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ആ ട്രയാങ്കിൾ നിങ്ങൾക്ക് എന്താ വരുന്നത്? ഇവിടെ tan θ ഈസ് ഈക്വൽ ടു പറഞ്ഞോ, tan θ ഈസ് ഈക്വൽ ടു ഇത് കിട്ടും ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ MD ഡിവൈഡ് ബൈ എന്ത് കിട്ടും? അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ CD ആണ്. ശരിയല്ലേ? ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. തീറ്റൻ്റെ വാല്യൂ വളരെ ചെറുതാണെങ്കിൽ സൈൻ തീറ്റ വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തീറ്റൻ്റെ വാല്യൂ ചെറുതാണെങ്കിൽ കോസ് തീറ്റ വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 ആണ്. അങ്ങനെയാണെങ്കിൽ തീറ്റൻ്റെ വാല്യൂ ചെറുതാണെങ്കിൽ ടാൻ തീറ്റ വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 3 ആയിരിക്കും, തീറ്റ ആയിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ടാൻ തീറ്റൻ്റെ സാധാരണ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് പറഞ്ഞാൽ വളരെ ചെറിയ വാല്യൂ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ടാൻ തീറ്റയുടെ വാല്യൂ വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ എന്ന് പറയാം. സോ നമുക്ക് എന്ത് ചെയ്താൽ അവിടെ തീറ്റ ഈസ് ഈക്വൽ ടു ഈ പറഞ്ഞ MD ഡിവൈഡ് ബൈ CD എന്ന് എഴുതാം. ഇക്വേഷൻ നമ്പർ 1. ഇനി നെക്സ്റ്റ് ട്രയാങ്കിൾ ഫ്രം ദ നെക്സ്റ്റ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അത് MFD. നമുക്ക് എന്ത് പറയാം? ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്ര വരുമോ നോക്കിക്കോളേ. ഇതാ ഇങ്ങനെയാണ് പോകുന്നത് സെഡ് എന്ന സംഭവം അല്ലേ. ഇവിടുത്തെ ടോട്ടൽ ആംഗിൾ എത്രയായിരിക്കും? തീറ്റ പ്ലസ് തീറ്റ 2 തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ടോട്ടൽ ആംഗിൾ എത്രയായിരിക്കണം? അതും 2 തീറ്റ തന്നെയായിരിക്കും. ശരിയല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? ടാൻ 2 തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് MD ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് FD ആണ്. ഇവിടെ D എന്ന് കിട്ടാൻ കാരണം ഞാൻ ഇവിടെ നോർമൽ വരച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഒരു നോർമൽ M എന്ന് ആ D എന്ന പോലെ നമ്മൾ ഡ്രോപ്പ് ചെയ്യാം. ഇവിടെയും തീറ്റൻ്റെ വാല്യൂ ചെറുതാണെങ്കിൽ 2 തീറ്റ ചെറുതാണെന്ന് നമ്മൾ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? 2 തീറ്റ ഈസ് അപ്രോക്സിമേറ്റ്ലി ഓക്കെ ടാൻ 2 തീറ്റ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 2 തീറ്റ. സോ ഇറ്റ്സ് ഈക്വൽ ടു MD ഡിവൈഡ് ബൈ FD എന്ന് പറയാം അല്ലേ. ഇക്വേഷൻ നമ്പർ 2 എന്ന് എടുക്കാം. ശരിയല്ലേ? ഇത് നമുക്ക് എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഇക്വേഷൻ 2നെ ഇക്വേഷൻ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇടത് ഭാഗത്ത് 2 തീറ്റ ഡിവൈഡ് ബൈ തീറ്റ എന്ന് പറഞ്ഞാൽ 2 എന്ന് കിട്ടും. ശരിയല്ലേ? വലത് ഭാഗത്ത് എന്താ കിട്ടും? MD ഡിവൈഡ് ബൈ FD ഡിവൈഡ് ബൈ MD ഡിവൈഡ് ബൈ CD എന്ന് പറഞ്ഞാൽ MD ഡിവൈഡ് ബൈ FD മൾട്ടിപ്ലൈഡ് ബൈ CD ഡിവൈഡ് ബൈ MD അല്ലേ കിട്ടും. അപ്പോൾ ചുരുക്കം നമുക്ക് എന്ത് കിട്ടും? ദാറ്റ്സ് ഈക്വൽ ടു CD ഡിവൈഡ് ബൈ FD എന്ന് കിട്ടും. ശരിയാണല്ലോ? ഇത് നമ്മൾ സൈൻ കൺവെൻഷൻസ് അപ്ലൈ ചെയ്തോ. അപ്പോൾ എന്താ കിട്ടും? സൈൻ കൺവെൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടുമല്ലോ. ഇത് വരും CD എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക? CD ഈസ് ഈക്വൽ ടു CD എന്ന് പറഞ്ഞാൽ സിയിൽ നിന്ന് ഡിയിലേക്കുള്ള ദൂരമാണ്. ഓർത്ത് നോക്കുക, സാധാരണ രീതിയിൽ ഇതിൻ്റെ അപ്പാച്ചർ വളരെ കുറവാണെങ്കിൽ ഈ പോയിൻറ്റ് ഡിയും പിയും വളരെ ക്ലോസ് ആയിരിക്കും. ഡി ആൻഡ് പി ഈ 2 പോയിൻറ്റ്സ് ഉണ്ടല്ലോ, ഈ ഡിയും പി എന്ന് പറഞ്ഞ 2 പോയിൻറ്റ്സ് വളരെ ക്ലോസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ CD വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എത്രയായിരിക്കും? അത് CPക്ക് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആയിരിക്കും. എന്താ CP എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഓഫ് കർവേച്ചറിന് എവിടത്തേക്കുള്ള ദൂരമാണ്? പോളിലേക്കുള്ള ദൂരമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചറാണ് അല്ലേ. ഇനി എങ്ങനെയാണ് മെഷർമെൻറ്റ് എടുക്കേണ്ടത്? നേരത്തെ പറഞ്ഞ സൈൻ കൺവെൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടില്ലേ മെഷർമെൻറ്റ് എടുക്കേണ്ടത്? ഇങ്ങനെയല്ലേ റേ ഓഫ് ലൈറ്റ് ഇങ്ങനെയല്ലേ പോകുന്നത്? രണ്ടും ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ഇവിടെ എന്ത് കിട്ടും? -R എന്ന് കിട്ടും. ശരിയാണല്ലോ? അതേപോലെ എന്താ FD വരിക? FD വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ അത് FPക്ക് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആയിരിക്കും. ഇറ്റ്സ് ഈക്വൽ ടു F പോളാണ്, സോറി P പോളാണ്, F ഫോക്കസ് ആണ്. രണ്ടും നമ്മൾ ദൂരം ഫോക്കൽ ലെങ്ത് ആണ്. ഇവിടെ ഈ സൈൻ കൺവെൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? -ന് കിട്ടും. ക്ലിയർ ആണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ എങ്ങനെ മാറും? ഇവിടെ സ്ഥലം ഇങ്ങോട്ട് എഴുതുവാണ്. ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം.
equation becomes എങ്ങനെ മാറുന്നത് 2 ഈസ് ഈക്വൽ ടു എന്താ കിട്ടുന്നത് സി ഡിക്ക് പകരം എന്ത് വന്നു സി ഡിക്ക് പകരം -r എന്ന് വന്നു പിന്നെ എഫ് ഡിക്ക് പകരം -f എന്ന് വന്നു അല്ലേ മൈനസ് മൈനസ് നമുക്ക് ക്യാൻസൽ ചെയ്യാം മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും 2f ഈസ് ഈക്വൽ ടു r എന്ന് കിട്ടി ഓർ f ഈസ് ഈക്വൽ ടു എന്ത് വന്നു r/2 എന്ന് വന്നു okay that means in the case of mirror focal length is half of the radius of curvature നമ്മൾ കോൺകേവ് മിററിൻ്റെ കേസ് നമ്മൾ പ്രൂവ് ചെയ്യുന്നുള്ളൂ പക്ഷേ ഓർത്ത് നോക്കുക ഇതാരുടെ കേസും വാലിഡ് ആണ് കോൺവെക്സ് മിററിൻ്റെ കേസിലും വാലിഡ് ആണ് ക്ലിയർ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ ഇപ്പം പഠിച്ചു നോക്കുക ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം